നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് IFFK ആണ്. നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, ഡിസംബർ 13 മുതൽ 20 വരെ 29ാമത് IFFK നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് IFFK? ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഏതൊക്കെ സ്ക്രീനിലാണ്, ഏതൊക്കെ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു IFFK നടക്കുന്നത്? ഇതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? എത്ര രൂപയാണ് ആവുക? ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്തതിനു ശേഷം സിനിമ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് IFFK? IFFK എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതായത് രാജ്യാന്തര ചലച്ചിത്രോത്സവം എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. ഇതൊരു ചലച്ചിത്രത്തിൻ്റെ, ഒരു സിനിമയുടെ ഒരു ഉത്സവം തന്നെയാണ്, പേര് പോലെ തന്നെ. അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ഭാഷകളിലുള്ള സിനിമകൾ എന്ത് ചെയ്യും, ഇവിടെ കോമ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. എന്നെപ്പോലുള്ള സിനിഫൈലായിട്ടുള്ള സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരു ഒരു സംഭവം തന്നെയാണ് ഈ IFFK എന്ന് പറയുന്നത്. ഒരു തവണ നിങ്ങൾ IFFKയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾ ഉറപ്പായിട്ട് പങ്കെടുക്കും. അതിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. ഒരു തവണ പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും അടുത്ത IFFK ആവാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ഞാൻ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് പറ്റും. അൺലിമിറ്റഡ് സിനിമ 8 ദിവസത്തേക്ക് 13 മുതൽ 20 വരെ നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇഷ്ടം പോലെ സിനിമ പല പല തിയേറ്ററിലായിട്ട് പല പല സമയങ്ങളിലായിട്ട് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങൾക്ക് സിനിമാ മോഹം, അതായത് ഇപ്പം സിനിമയിലെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, അഭിനയം മാത്രമല്ല ടെക്നിക്കൽ ഫീൽഡിലോ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോണ്ടാക്ട്സ് വേണമല്ലോ. അതിന് പറ്റിയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ IFFK എന്ന് പറയുന്നത്. കാരണം ഈ സിനിമകളിലുമായിട്ട് റിലേറ്റഡുള്ള ഒരുപാട് ടെക്നീഷ്യൻസ്, ആക്ടേഴ്സ് എല്ലാവരും ഈ ഒരു IFFKയിൽ പങ്കെടുക്കാറുണ്ട്. അതിപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളവരെന്നല്ല, ഇൻ്റർനാഷണലി വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരെ ഇവിടെ പങ്കെടുക്കാറുണ്ട്. ചില സിനിമകളൊക്കെ അവസാനിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ സിനിമയുടെ ക്രൂ കയറി വരുന്ന തിയേറ്ററിൽ. അതേപോലെ തന്നെ പല സിനിമകളും പ്രദർശനം കഴിയുമ്പോഴത്തേക്കും അതിൽ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ കയറി വരാറുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ കുറച്ച് പേരിടത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്കെന്നല്ല, എല്ലാവർക്കും കാരണം നമ്മൾ സിനിമയിലും TV-യിലൊക്കെ കണ്ടിട്ടുള്ള ടെക്നീഷ്യൻസോ അവരൊക്കെ ചുമ്മാ അതുവഴിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ അവസരമാണിത്. അപ്പോൾ അത് സിനിമാ പ്രേമികളായിട്ടുള്ള, സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നത്, നിങ്ങൾ IFFKയിലേക്ക് വരിക, പങ്കെടുക്കുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ടാഗോർ തിയേറ്റർ ഡെലിഗേറ്റ് സെല്ലിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ഫോം തരും. ഫോം ഫില്ല് ചെയ്ത് അവിടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് നമ്മുടെ ID കാർഡിൻ്റെ ഒരു കോപ്പിയും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. IFFKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന 24-ാം തീയതിയാണ്, 25-ാം തീയതി 10 മണി തൊട്ട് 25-ാം തീയതി 10 മണി തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് 2 രീതിയിലാണ് പാസ് കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ഡെലിഗേറ്റ് പാസ്, രണ്ടാമെന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് പാസ്. ഡെലിഗേറ്റ് പാസ് എന്ന് പറയുന്നത് 1180 രൂപയാണ് വരുന്നത്, ഇൻക്ലൂഡിങ് GST. പിന്നെ സ്റ്റുഡൻറ്റ് പാസ് ഉണ്ട്, അത് അതിൻ്റെ പകുതി പൈസയേ ഉള്ളൂ, 590 രൂപ ഇൻക്ലൂഡിങ് GST. അപ്പോൾ സ്റ്റുഡൻറ്റ് പാസ് എന്ന് പറയുന്നത് നമ്മുടെ പോലുള്ള സ്റ്റുഡൻസിന് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പകുതി പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു IFFKയുടെ പാസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മറ്റേ 1180-ൻ്റെ അതേ അല്ല, അതിനകത്തും എല്ലാ സിനിമയും കാണാൻ പറ്റും. ഈ ഒരു 590-ൻ്റെ എടുത്താൽ നമുക്ക് എല്ലാ സിനിമയും കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് സ്റ്റുഡൻറ്റ് പാസ് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖ, നിങ്ങളെ കോളേജിൻ്റെ ID കാർഡാണ് ഉദ്ദേശിക്കുന്നത്, അതും കൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. ഇനി നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയോ കോപ്പിയോ ഹാർഡ് കോപ്പിയോ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ID കാർഡിലുണ്ടല്ലോ അക്കാഡമിക് ഇയർ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, വിത്ത്ഹോൾഡ് ചെയ്യും, റിജക്റ്റ് ചെയ്യത്തില്ല, വിത്ത്ഹോൾഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ, ഇപ്പം 2022 നിങ്ങൾ അഡ്മിഷൻ എടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, 2022 അഡ്മിഷൻ എടുത്തു, 3 വർഷത്തെ കോഴ്സാണെങ്കിൽ 2025. അപ്പോൾ 2022 to 2025 എന്നുള്ളത് നിങ്ങളുടെ ID കാർഡിനകത്ത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. ചില ID കാർഡിൽ ഇത് കാണത്തില്ല. ഇപ്പോൾ എൻ്റെ ID കാർഡിലൊന്നും അക്കാഡമിക് ഇയർ ഇല്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ കോളേജിൽ ഇപ്പോഴും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു രേഖ കൊടുക്കണം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സെം എക്സാം ഉണ്ടല്ലോ, ഓരോ സെം എക്സാം നടക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് കൊടുത്താൽ മതി. അതിൻ്റെ കോപ്പിയോ അതിൻ്റെ ഫോട്ടോയോ കൊടുത്താൽ മതി. അല്ലെങ്കിൽ
നമ്മൾ പ്രിൻസിപ്പലിനെ നിന്നൊക്കെ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങേണ്ടി വരും. അങ്ങനെ ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടാഗോർ തിയേറ്ററിൽ കൊണ്ട് കൊടുക്കാം, അവിടുത്തെ ഡെലിഗേറ്റ് സെല്ലിൽ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ID കാർഡിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെലിഗേറ്റ് സെല്ലിൻ്റെ നമ്പർ എന്തായാലും കിട്ടും. ഇപ്പം നിലവിലായിട്ടില്ല, ഒന്നും ഡെലിഗേറ്റ് സെല്ലൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകുമ്പോൾ ഞാൻ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതെല്ലാം അവർ വെരിഫൈ ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പൈസ അടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. നോർമൽ ഡെലിഗേറ്റ് പാസ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അവരാദ്യം അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, നമുക്ക് പൈസ അടയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, 25 രാവിലെ 10 മണി തൊട്ടാണ് 29ാമത്തെ IFK വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് നിമിഷത്തേക്ക് വയ്ക്കാണ്ടിരിക്കുക. അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10,000, എനിക്കറിയത്തില്ല, ഒരു 10,000 പാസുകളാണ് ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുക. 4,000 സ്റ്റുഡൻറ്റ് പാസും 6,000 നോർമൽ ഡെലിഗേറ്റ് പാസും ആണെന്ന് വിചാരിക്കുക. ഇതൊരു കറക്റ്റ് നമ്പറല്ല. ഈ 4,000 സ്റ്റുഡൻറ്റ് പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ക്ലോസ് ചെയ്യും. നിങ്ങൾ പിന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കിത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഡെലിഗേറ്റ് പാസ് ആണെങ്കിലും അതുപോലെ തന്നെ അവരൊരു ലിമിറ്റഡ് നമ്പർ വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം എത്രയും വേഗം നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുക. അതിപ്പോൾ നേരിട്ടോ ഓൺലൈൻ വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. സ്റ്റുഡൻറ്റ് പാസ് എടുക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ നമ്മുടെ ID കാർഡ് കൊടുക്കുമ്പോൾ ഉള്ള കാര്യം. പിന്നെ ഇത് എവിടെ വെച്ചാണ്, അതായത് ട്രിവാൻഡ്രത്ത് തന്നെ ഏകദേശം 10 തിയേറ്ററിൽ 15 സ്ക്രീനിലായിട്ടാണ് നമ്മുടെ ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത്. ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ തിയേറ്ററിനൊന്നും ഒരു പഞ്ഞമില്ല. ഇത് IFK വന്നാൽ നിങ്ങളുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആളാണെങ്കിലല്ല, പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ള ഏകദേശം എല്ലാ തിയേറ്ററും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. PVRും സിനിപോളിസും പോലത്തെ മൾട്ടിപ്ലക്സ് ഒഴികെയുള്ള മിക്കവാറുള്ള എല്ലാ തിയേറ്ററും ഈ ഒരു IFKയുടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്തു, പൈസയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു കിറ്റ് വാങ്ങിക്കണം. ഒരു കിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 13 തൊട്ട് 20 തീയതി വരെ ആണല്ലോ ഇതിപ്പോൾ നടക്കുന്നത്. ഞാനൊക്കെ ചെയ്യുന്നത് 12-ാം തീയതി രാത്രി പോയി അങ്ങ് വാങ്ങും. എവിടെ, ടാഗോർ തിയേറ്ററിൽ ഡെലിഗേറ്റ് സെല്ലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇല്ല, നിങ്ങൾ ദൂരത്തു നിന്നാണ്, എനിക്ക് 13-ാം തീയതി തുടങ്ങുന്നെങ്കിൽ എനിക്ക് അന്ന് വരാൻ പറ്റും. നിങ്ങൾ എന്നാണോ വരുന്നത് അന്ന് വന്ന് വാങ്ങിയാൽ മതി ടാഗോർ തിയേറ്ററിൽ ചെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കിറ്റ് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ കിറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സഞ്ചി, ഇതിപ്പം മാറി മാറി വരും. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബാഗ് കിട്ടും, ബാഗ് അല്ലെങ്കിൽ സഞ്ചി കിട്ടും. നിങ്ങൾക്കിതിങ്ങനെ ഇങ്ങനെ തൂക്കി നടക്കാം. ഒരു ബുദ്ധിജീവി ലുക്കൊക്കെ ഇല്ലേ. ഞാനത് ഉപയോഗിക്കാറില്ല. ഞാനിത് എൻ്റെ നോർമൽ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകും, ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കളക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ID കാർഡ്. ഈ ID കാർഡ് വെച്ചിട്ടാണ് നമുക്ക് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ കയറാൻ പറ്റുന്നത്. നിങ്ങൾ നേരത്തെ ഒരു പാസ് എടുത്തല്ലോ, ആ പാസിന് കൊടുത്ത പൈസ അല്ലാതെ ഒരു 5-ൻ്റെ പൈസ നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര സിനിമ വേണോ അൺലിമിറ്റഡ് ആയിട്ട്, ഒരു ദിവസം 4-5 പറ്റത്തുള്ളൂ ഒരു മനുഷ്യന്, അത്രയും സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര വേണം നിങ്ങൾക്ക് കാണാം. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് പാസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും പൈസ കൊടുക്കണമെന്ന്. വേണ്ട, ഒറ്റ പാസ്, ഈ ID കാർഡ് കിട്ടും. എല്ലാ തിയേറ്ററിലും കയറുന്നതിന് മുന്നേ ഇത് കാണിക്കുക, കയറുക, സിനിമ കാണുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഇത് ഇവിടെ മാറ്റി വെച്ചേക്കാം. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബുക്ക് കിട്ടും. ഈ ബുക്കെന്ന് പറയുന്നത് ബേസിക്കലി ഉണ്ടോ, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഓക്കെ, ബുക്കെന്ന് പറയുന്നത് നമുക്ക് ഇപ്രാവശ്യം മത്സരിക്കുന്ന സിനിമകളുടെ പേര്, എല്ലാ സിനിമകളുടെയും സമ്മറി കാണും, അതിൻ്റെ ഒരു പോസ്റ്റർ കാണും. അതുപോലെ തന്നെ ഈ സിനിമകളൊക്കെ മത്സരിക്കുന്ന ഏത് കാറ്റഗറിയിലാണ്. ഇപ്പം മലയാളം സിനിമ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആപ്പിൾ പ്ലാൻസ് B3244 അങ്ങനെ ഒരു 10 സിനിമ, അതുപോലെ വേൾഡ് സിനിമ എന്ന് പറഞ്ഞിട്ടൊരു 10 സിനിമ, റീസ്റ്റോർഡ് ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു 4 സിനിമ, ഇങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള സിനിമകളും ആ സിനിമകളുടെ സമ്മറിയും അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്ററും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് പോയി കാണാം. സമ്മറി വായിച്ചിട്ട് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ, ഇത് കാണാം. അങ്ങനത്തെ ഇത് കണ്ടോ, ഞാൻ എളുപ്പത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചതാണ് ഇതൊക്കെ, ഈ യെല്ലോ കാർഡ്. അപ്പോൾ ഞാനിതൊക്കെ പോയി കണ്ടതാണ്. മിക്കവാറും ഉള്ള സെലക്ട് ചെയ്തൊക്കെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ ചിലതൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, കിട്ടാത്തതുകൊണ്ട്.
ക്യൂ നിന്നിട്ട് പോലും കിട്ടാത്ത അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനൊരു ബ്രോഷർ കിട്ടും. ഈ ഒരു ബ്രോഷറിനകത്താണ് എന്താണ് ഏതൊക്കെ സിനിമകളുണ്ട്, ഏതൊക്കെ സിനിമ ഏതൊക്കെ തിയേറ്ററിലാണ്, എത്ര ഷോ ഉണ്ട്, എത്ര മണിക്കാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ബ്രോഷർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഒരു സിനിമ മാക്സിമം 3 പ്രാവശ്യമേ കാണത്തുള്ളൂ. ചില സിനിമകളൊക്കെ ഒരു ഷോ കാണുള്ളൂ, ചിലതൊക്കെ 2 കാണത്തുള്ളൂ. അതായത് മാക്സിമം എന്താണ് നമ്മൾ ഒരു സിനിമ കാണാനുള്ള അവസരം ഉണ്ടാക്കും. 3 ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷോ കാണാൻ പറ്റണം എന്നാണ്, പക്ഷേ പലപ്പോഴും കാണാൻ പറ്റാറില്ല പലതരത്തിലുള്ള ഇൻകൺവീനിയൻസ് കാരണം. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കൈരളി തിയേറ്ററിൽ 9 മണിക്ക് ഫോളോവർ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. എന്ന് ഡിസംബർ 9, 2023. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇന്ന ഷോ ഇന്ന തിയേറ്ററിൽ കാണണം എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രോഷർ. ഇത് ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, എനിക്കൊന്നും ആദ്യമൊന്നും മനസ്സിലായില്ല, പിന്നെ പതുക്കെ മനസ്സിലായി. ഇതുപോലെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഈ കിറ്റൊക്കെ വാങ്ങിച്ചു, എല്ലാം റെഡിയായി. ഇനി എങ്ങനെ സിനിമ കാണും? സിനിമ കാണാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ്, അതായത് നേരെ പോയി ക്യൂ നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോഷറൊക്കെ നോക്കി നിങ്ങളൊരു സിനിമ സെലക്ട് ചെയ്ത് ഒരു സമയമാകുമ്പോൾ 11 മണിയുടെ ഷോ ആണെങ്കിൽ സിനിമയുടെ ഒരു ഇതനുസരിച്ച്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാതിലൊക്കെ കാണാൻ പോയപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു. നിങ്ങൾ ആ ഒരു സിനിമയുടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കുമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ പോയി ക്യൂ നിന്ന് അകത്ത് കയറാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസർവ് ചെയ്യാന്ന് പറയുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നില്ല, കാരണം ഈ ആപ്പ് മാറാറുണ്ട് ഓരോ വർഷം. കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്പ് ആയിരുന്നില്ല, അതിന് മുമ്പത്തെ വർഷത്തെ ആപ്പ്. അതുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഒഫീഷ്യൽ ആപ്പ് എന്തായാലും അവർ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതായിരിക്കും, അതെന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിനകത്ത് കയറിയിട്ട് രാവിലെ 8 മണിക്ക്, എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അടുത്ത ദിവസത്തേക്കുള്ള സിനിമ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് മാക്സിമം ഓൺലൈൻ റിസർവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നിങ്ങൾ 8 മണിയാണെങ്കിൽ ഒരു 7:57, 7:58 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കയറി റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ ഏതൊക്കെ സിനിമ കാണണം എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക, നേരെ കയറി ബുക്ക് ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ പോയി ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ഒരുപാട് തിരക്കുള്ള സിനിമയാണെങ്കിൽ പറയണ്ടല്ലോ, തുടങ്ങുന്നതിന് മുന്നേ തീരും. അതുകൊണ്ട് ക്യൂ നിൽക്കാനും ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60-40 എന്നുള്ളൊരു സിസ്റ്റമാണ് ഇപ്രാവശ്യം. അതായത് 60% ഓൺലൈൻ റിസർവേഷനും 40% അല്ലാത്ത ഓഫ്ലൈനായിട്ട് ക്യൂ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ 60 സീറ്റ് ഓൺലൈൻ റിസർവേഷനിൽ പോകും. 40 സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് തന്നിട്ടുള്ളതാണ്. ഈ ഒരു 60 റിസർവ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിൽ ആരെങ്കിലുമൊക്കെ വരാതിരുന്ന അതും നേരെ ഈ ക്യൂ നിൽക്കുന്നവർക്കേ പോകത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ 11 മണിക്കുള്ളത് ബുക്ക് ചെയ്തിട്ട് സാധാരണ സിനിമയൊക്കെ ആകുമ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് ലേറ്റായി 15 മിനിറ്റ് ലേറ്റായാലും ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങൾ ബുക്ക് ചെയ്തതാണ്, അങ്ങനെയൊക്കെ വെച്ചിരിക്കും. പക്ഷേ IFKയിൽ അങ്ങനെയല്ല. നിങ്ങൾ 11 മണി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10:55, ഏറ്റവും മാക്സിമം 11 മണിക്ക് അവർ അകത്ത് ആളെ കയറ്റുമല്ലോ, ആളെ കയറ്റുന്ന സമയത്തെങ്കിലും നിങ്ങൾ അവിടെ എത്തണം. എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിസർവ് ചെയ്ത സീറ്റ് അവിടെ ക്യൂ നിന്ന് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഭയങ്കര തിരക്കുള്ള സിനിമയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് താഴെ നിലത്തിരുന്ന് കാണാനായിട്ട് സമ്മതിക്കും. അത് എല്ലാത്തിനും എല്ലാ ഞാൻ കണ്ടിട്ടില്ല, ചിലതിന് അത്രയ്ക്കും. ഇപ്പോൾ കാതിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര അടി ബഹളം ഒക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും നിലത്തിരുന്ന് കാണാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലത്തിരുന്നും കാണാം, അതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അത് പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ക്യൂ നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിരാശനായിട്ട് പോവേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം റിസർവ് ചെയ്യുക, റിസർവ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തെ എത്തുക, സേഫ് ഓപ്ഷൻ അതാണ്. അപ്പോൾ ഇത്രയാണ് IFKനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും കാണിച്ചു തരാം. പിന്നെ കിറ്റിനകത്തുള്ളത് കഴിഞ്ഞ വർഷത്തെ കിറ്റ് വേണമെങ്കിൽ ഞാൻ അൺബോക്സ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇപ്രാവശ്യം കിറ്റ് കിട്ടുമല്ലോ അതിൻ്റെത് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എനിക്കൊന്ന് ബെറ്റർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കുറച്ചും കൂടെ കിട്ടുമല്ലോ, എന്താണ് നിങ്ങൾക്ക് ഈ കിറ്റിനകത്ത് കിട്ടാൻ പോകുന്നത്, എങ്ങനെ. അത് മാത്രമല്ല നിങ്ങൾക്ക് ആ ബ്രോഷറിൽ നിന്ന് എങ്ങനെ നിങ്ങൾ സിനിമ സെലക്ട് ചെയ്യണം, എങ്ങനെയാണ് ഈ ബുക്ക് നിങ്ങൾക്ക് തന്നൊരു ബുക്ക് ഇതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും കൂടുതൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആദ്യം കിട്ടിയപ്പോൾ ആ കൂടെ ഒരു പുകമറയായിരുന്നു പക്ഷെ ശരിയായി. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ IFK 29ാമത്തെ IFKയിൽ ഞാൻ എന്തായാലും കാണും. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഒരെണ്ണം വന്നു കഴിഞ്ഞാലേ നിങ്ങളങ്ങ് അടുത്തേലും വരണം തോന്നിപ്പോവും. അതാണ് ഈ ഒരു IFKയുടെ പവർ എന്ന് പറയുന്നത്.
അപ്പോൾ എന്തായാലും ഇതുപോലെ ഇപ്രാവശ്യം ഒരു സഞ്ചി കെട്ടിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ച് കാണാം. ഓക്കെ.